ആഴ്ചയുടെ തുടക്കത്തിൽ നേരിട്ട ശക്തമായ തിരിച്ചടിയിൽ നിന്നും അമേരിക്കൻ മാർക്കറ്റ് ഏറെക്കുറെ റിക്കവർ ആവുകയും ഇൻഡെക്സുകൾ റെക്കോർഡ് ഹൈയിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നാസ്ഡാക്ക് 0.58%, ഡോ ജോൺസ് 0.91% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ചൊവ്വാഴ്ച ഇൻഫ്ലേഷൻ ഡേറ്റ മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ ഉയർന്നതിനെ തുടർന്നും മന്ത് ടു മന്ത് ഇൻഫ്ലേഷൻ ഉയർന്നതിനെ തുടർന്നും അമേരിക്കൻ മാർക്കറ്റിൽ ഏറ്റവും വലിയ സെല്ലിംഗ് കാണാൻ സാധിച്ചു. 2023 മാർച്ച് മാസത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ സെല്ലിംഗ് ആയിരുന്നു ചൊവ്വാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത്. അതിനുശേഷം വ്യാഴാഴ്ച പുറത്തുവന്ന റീറ്റെയിൽ സെയിൽസ് ഡേറ്റ മാർക്കറ്റിന് അനുകൂലമാണ്, അല്ലെങ്കിൽ മാർക്കറ്റിന് ആശ്വാസം നൽകുന്ന ഒരു ഡേറ്റയാണ്. 0.3% റീറ്റെയിൽ സെയിൽസ് ഡ്രോപ്പ് പ്രതീക്ഷിച്ചെടുത്ത് 0.8% റീറ്റെയിൽ സെയിൽസ് ഡ്രോപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുമൂലം ട്രഷറി ഈൽഡ് ഡൗൺ ആവുകയും ഡോളർ ഇൻഡെക്സ് ഇടിയുകയും ചെയ്തു. ഇത് മാർക്കറ്റിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഉയർന്ന ഇൻഫ്ലേഷനിലും റീറ്റെയിൽ സ്പെൻഡിംഗ് കുറയുന്നത് എക്കോണമി പോയിന്റ് ഓഫ് വ്യൂവും മികച്ച ഒരു ഫാക്ടർ തന്നെയാണ്. ഇത് വരും സമയങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ ഒരു നിർണായക പങ്ക് വഹിക്കുമെന്ന് അമേരിക്കൻ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ഇൻഡിഗോ അല്ലെങ്കിൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡ്. DGCA ജനുവരി ഫെബ്രുവരി മാസത്തെ ഏവിയേഷൻ സെക്ടറിലെ മാർക്കറ്റ് ഷെയറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ ഇൻഡിഗോയുടെ മാർക്കറ്റ് ഷെയർ ഡിസംബർ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജനുവരി മാസത്തിൽ 61.8% നിന്നും 60.2% ഇടിഞ്ഞു. സ്പൈസ് ജെറ്റിൻ്റെ മാർക്കറ്റ് ഷെയർ 5.6%. ഇൻഡിഗോയുടെ പാസഞ്ചർ ലോഡ് ഫാക്ടർ 90.7% നിന്നും 88.4% ഇടിഞ്ഞപ്പോൾ സ്പൈസ് ജെറ്റിൻ്റെ പാസഞ്ചർ ലോഡ് ഫാക്ടർ 93.5% നിന്നും 93.7% ഉയർന്നു. ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് BPCL. ഓട്ടോമൊബൈൽ സെക്ടറിൽ ഗ്രീൻ ഹൈഡ്രജൻ ഹാൻഡിൽ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് നേടുന്നതിന് വേണ്ടി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ BPCL എന്ന കമ്പനി സിയാലുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. റിന്യൂവബിൾ എനർജി സെക്ടറിൽ ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് KPI ഗ്രീൻ എനർജി. KPI ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് ക്യാപ്റ്റീവ് പവർ പ്രൊഡ്യൂസർ സെഗ്മെൻറ്റ് പ്രകാരം 1.5 മെഗാവാട്ടിൻ്റെ സോളാർ പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. KPI ഗ്രീൻ പോലുള്ള സ്റ്റോക്കുകൾക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ ഓർഡർ ലഭിക്കുന്നു ആ ദിവസങ്ങളിലൊക്കെ സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാനും അപ്പർ സർക്യൂട്ടിലേക്ക് എത്താറുമുണ്ട്. വേദാന്ത എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. വേദാന്തയുടെ പ്രൊമോട്ടേഴ്സ് ഏകദേശം 6,55,00,000 ഇക്വിറ്റി ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി സെൽ ചെയ്തു. 1,737 കോടി രൂപയ്ക്ക് തുല്യമായ ഷെയറുകളാണ് വേദാന്തയിൽ നിന്നും പ്രൊമോട്ടർ ഓഫ്ലോഡ് ചെയ്തിരിക്കുന്നത്. ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജി എന്ന കമ്പനിക്ക് ഒരു ഗ്ലോബൽ മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് ഫിമിൽ നിന്നും ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഗ്രോത്ത് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയുള്ള ഓർഡറാണ് ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജി എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. $1.55 മില്യൺ ഓർഡർ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. എയർ കണ്ടീഷണർ മാനുഫാക്ചറിംഗ് സെക്ടറിലെ കമ്പനിയായ ഇപാക് ഡ്യൂറബിൾ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നു. കഴിഞ്ഞ വർഷം 6.25 കോടി രൂപയുടെ ലോസ് റിപ്പോർട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ കമ്പനി 4.9 കോടി രൂപയുടെ പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1.2% വർദ്ധിച്ച് 279 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്